أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. إنا أعطيناك الكوثر സൂറത്തുൽ കൗസറാണ്. തീർച്ചയായും നമ്മൾ നാം നൽകിയിക്ക അങ്ങേക്ക് അൽ കൗസറ ധാരാളം നന്മകൾ അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ കൗസറിന് പല അർത്ഥമുണ്ട്, അത് പിന്നെ വ്യാഖ്യാനത്തിൽ വരും. അതുകൊണ്ട് ഫസ്വല്ലി അങ്ങ് നിസ്കരിക്കുക, അലി റബ്ബിക്ക അങ്ങയുടെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, വൻഹർ ബലി അറുക്കുകയും ചെയ്യുക. ഇന്ന ഷാനി അക്ക തീർച്ചയായും അങ്ങയോട് ദേഷ്യം വെക്കുന്നവൻ, വിദ്വേഷം വെക്കുന്നവൻ, ഹുവൽ അബ്തർ അവനാണ് വാലറ്റവൻ, ഭാവിയില്ലാത്തവൻ. അങ്ങയോട് ദേഷ്യം വെക്കുന്നവനാണ് ഭാവിയില്ലാത്തവൻ. അപ്പം നമുക്കിനി അതിൻ്റെ തഫ്സീർ ഒന്ന് പരിശോധിക്കാം. തഫ്സീർ സൂറത്തുൽ കൗസറിൻ്റെ തഫ്സീറാണ്. വഹിയ മക്കിയത്തുൻ ഫി ഖൗലി ഇബ്നു അബ്ബാസിൻ വൽ കൽബി വ മുഖാത്തിൽ. ഇബ്നു അബ്ബാസ്, കൽബി, മുഖാത്തിൽ എന്നിവരുടെ കൗല് പ്രകാരം ഇത് മക്കിയാണ്, മക്കയിൽ അവതരിച്ചതാണ്, അതായത് ഹിജ്റക്ക് മുമ്പ് അവതരിച്ചതാണ്. വ മദനിയത്തുൻ ഫി ഖൗലിൽ ഹസൻ വ ഇക്രിമ വ മുജാഹിദിൻ വ ഖത്താദ. ഹസൻ തങ്ങൾ, ഇക്രിമ, മുജാഹിദ്, ഖത്താദ ഇവരുടെ കൗല് പ്രകാരം ഇത് ഹിജ്റക്ക് ശേഷം അവതരിച്ചതാണ്. അപ്പോൾ രണ്ട് അഭിപ്രായമുണ്ട്. വഹിയ സലാസു ആയാത്തിൻ ഇത് 3 ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ തീർച്ചയായും അങ്ങേക്ക് നബി അങ്ങേക്ക് നാം ധാരാളം നന്മകൾ നൽകിയിരുന്നു അല്ലേ. നമ്മൾ ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫി മസ്അലത്താൻ ഈ പറഞ്ഞ 2 മസ്അലുണ്ട്. അല്ലൂല ഒന്നാമത് കൗലുഹു തആല അല്ലാഹുവിൻ്റെ കൗല് ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന് ഖിറാത്തുൽ ആമത്ത് ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന് തന്നെ ബിൽ ഐന് കൊണ്ട് അഅ്തൈനാക എന്ന് തന്നെയാണ് ഓതിയേക്കുന്നത്. വഖറൽ ഹസൻ വ തൽഹത്ത് ബിനുൽ മുസരിഫ് ഹസൻ എന്നവരും തൽഹത്ത് ബിൻ മുസരിഫും ഓതി അൻത്വൈനാക്ക എന്നാണ്. അഅ്തൈനാക ഐന് മാറ്റി ബിൻ നൂന് കൊണ്ട് അൻത്വൈനാക്ക എന്ന് ഓതി. വറവത്തു ഉമ്മു സലമ അൻ നബി ഈ ഓത്ത് ഉമ്മു സലമ നബിയെ തൊട്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. വഹിയ ലുഗത്തം ഫിൽ അത്വായിലുള്ളൊരു ലുഗത്താണത്. അൻത്വൈത്തുഹു അഅ്തൈത്തുഹു എന്ന് തന്നെ അർത്ഥം. അപ്പോൾ അങ്ങനെ അൻത്വൈത്തുഹു എന്ന് പറഞ്ഞാലും അഅ്തൈത്തുഹു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അപ്പോൾ ഒരു അർത്ഥം ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷെ അങ്ങനത്തെ ഭാഷയിൽ ഓതിയിരുന്നു. വൽ കൗസർ എന്നാൽ ഫൗഅൽ വസ്നാണത്. മിനൽ കസ്റത്തി അധികം, അധികരിച്ചത് എന്നർത്ഥം. അപ്പോൾ കൂടുതൽ അധികരിച്ചത്. അപ്പോൾ മിസ്ലു നൗഫൽ പോലെ മിനൽ നഫ്ലിൽ നിന്ന് ജൗഹർ, മിനൽ ജഹ്റിൽ നിന്ന് ജൗഹറൊക്കെ പിടിക്കും, അതുപോലെയാണിത്. വൽ അറബികൾ തുസമ്മി കുല്ല ഷൈഇൻ കസീരിൻ ഫിൽ അദദി വൽ ഖദരി വൽ ഖത്വരി കൗസറൻ എന്ന് പറയാറുണ്ട്. എണ്ണം അധികരിച്ച വസ്തു, അതുപോലെ തന്നെ അളവ്, അതുപോലെ തന്നെ ഉന്നതി അധികരിച്ച, ഔന്നിത്യമുള്ള എല്ലാ അധികരിച്ച വസ്തുവിനൊക്കെ കൗസർ എന്ന് പറയാറുണ്ട്. കാല സുഫിയാൻ പറഞ്ഞു ഖീല ലി അജൂസിൻ റജാബിനുഹാ മിന സഫരി. ലി അജൂസിനോട് യാത്രയിൽ നിന്ന് അവരുടെ മകൻ മടങ്ങി വന്നു. അങ്ങനത്തെ ഒരു വയസ്സായ വൃദ്ധയോട് ചോദിച്ചു, ബിമാബിനുക്കി നിൻ്റെ മകൻ എന്തുകൊണ്ടാണ് മടങ്ങി വന്നത്? കാലത്ത് അപ്പോൾ അവർ പറഞ്ഞു ബി കൗസരിൻ ബി മാലിൻ കസീൻ ഒരുപാട് ധനമായിട്ടാണ് മടങ്ങി വന്നത്. അപ്പോൾ ഈ ഭാഷ വിശദീകരിക്കണത്. വൽ കൗസർ മിന റിജാലി ഇനി പുരുഷന്മാരിൽ നിന്ന് കൗസർ എന്ന് പറഞ്ഞ ആരാണ്? അസയ്യിദുൽ കസീറുൽ ഖൈർ അധികരിച്ച നേതാവ് എന്നാണ് കൗസർ എന്ന് പറയാം. കാലൽ കുമൈത്ത് പറഞ്ഞതാ വാന്ത കസീറൻ യബ്ന മർവാന തൊയ്യിബു വക്കാന അബൂക ബിനുൽ അഖായിലി കൗസറ. അപ്പോൾ കൗസർ എന്ന് പറഞ്ഞു അധികരിച്ച്, നന്മ അധികരിച്ച നേതാവ്. വൽ കൗസർ അൽ അദദുൽ കസീർ മിനൽ അസ്ഹാബി വൽ അഷിയായി. അപ്പോൾ കൗസർ എന്ന് പറഞ്ഞാൽ അഷിയാകളും പാർട്ടികളും അനുയായികളും അധികരിച്ച എണ്ണം എന്നാണ് കൗസർ. വൽ കൗസർ മിനൽ ഗുബാരി അപ്പോൾ പൊടിയിൽ നിന്നുള്ള കൗസർ എന്ന് പറഞ്ഞാൽ അൽ കസീർ അധികരിച്ചെന്ന. വക്കത്ത് കൗസറ അല്ലേ, ഇതാ കസൂറ അപ്പോൾ അധികരിക്കാന്ന്. കാലശായർ വക്കത് സാറ നഖുൽ മൗത്തി ഹത്താ തക്കൗസറാന്ന്. മരണത്തിൻ്റെ മുട്ടൽ, അട്ടഹാസം, ഹത്താ തക്കൗസറ അതെന്ത് ചെയ്തു? അധികരിച്ചു, പൊട്ടിപ്പുറപ്പെട്ടു. സാറ
മഖൂൽ മൗത്തി മരണത്തിൻ്റെ അട്ടഹാസം, മരണത്തിൻ്റെ ശബ്ദം. ഹത്താ തക്കൗസറ അത് അധികരിച്ചു അല്ലേ. അസ്ഥാനത്ത് രണ്ടാമത് വഖ്തലഫ അഹ്ലു തഅ്വീൽ. ഇപ്പോൾ ഒന്നോടെ പറഞ്ഞു ഇനി വഖ്തലഫ അഹ്ലു തഅ്വീൽ ഫീൽ കൗസരി. തഅ്വീലിൻ്റെ ആളുകൾ ഇഖ്തിലാഫായിട്ടുണ്ട് കൗസറിൽ. അല്ലദീ ഊത്തിയഹു നബിയു, നബിക്ക് നൽകപ്പെട്ട കൗസർ എന്ന് വെച്ചാൽ എന്താണ്? നബിക്ക് ഇന്നാത്വൈനാക്കൽ കൗസർ, നബി അങ്ങേക്ക് നാം കൗസർ നൽകിയെന്ന് പറഞ്ഞു. ഈ കൗസർ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതല്ല സിത്തത്തി അഷറ കൗല്, 16 കൗല് പ്രകാരം കൗലുണ്ടത്, പല അഭിപ്രായങ്ങളാണ്. അല്ല പോലും ഒന്നാമത്തത് അന്നഹു നെഹറും ഫിൽ ജന്ന, അത് സ്വർഗത്തിലൊരു നദിയാണെന്ന, സ്വർഗത്തിൽ കൊടുക്കുന്ന നദി. റവാവുൽ ബുഖാരി അനസിൻ വ തുർമുദി, ബുഖാരി അനസിനെ തൊട്ടും തുർമുദി വീണ്ടും അത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ബക്കദക്കർനാഹുഫി കിതാബി തദ്ക്കിറ, ആ തദ്ക്കിറ എന്ന കിതാബിൽ നാം അതിനെ പറഞ്ഞിട്ടുണ്ട്. വറവ തുർമുദി ആയുധം, തുർമുദി വീണ്ടും റിവായത്ത് ചെയ്തു അനിബിന് ഉമറിനെ തൊട്ട്. കാല ഇബ്നു ഉമർ പറയാണ്, കാല റസൂലുള്ളാഹി, നബിതങ്ങൾ പറഞ്ഞു, അൽ കൗസറു, കൗസർ എന്നാൽ നഹറും ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു നദിയാണ്. ഹാഫത്താഹു, അതിൻ്റെ 2 വക്കുകൾ മിൻ ദഹബിൻ, സ്വർണ്ണമായിരിക്കും അതിൻ്റെ വരമ്പ്. വ മജ്റാഹു അല ദുർരി വൽ യാഖൂത്തി, അത് ഒഴുകുന്നത്, അത് ദുറിൻ്റെയും അതുപോലത്തെ മുത്തിൻ്റെയും പവിഴത്തിൻ്റെയും മേലാണ് അത് ഒഴുകുക. തുർബത്തുഹു, അതിൻ്റെ മണ്ണ് അത്യബു മിനൽ മിസ്കി, എന്തായിരിക്കും? മിസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ സുഗന്ധമായിരിക്കും. വ മാഉഹു അഹ്ലാ മിനൽ അസലി, അതിൻ്റെ വെള്ളം തേനിനേക്കാൾ മധുരമാണ്. അബിയദു മിന സൽജി, മഞ്ഞിനേക്കാൾ വെളുപ്പായിരിക്കും. ഹദ ഹദീസുൻ ഹസനുൻ സഹിയുൻ, ഈ ഹദീസ്. ഇനി അപ്പോൾ ഈ പറഞ്ഞ സ്വർഗത്തിലെ ഒരു നദിക്കാണ് കൗസർ എന്ന് പറയും. ഇനി അസാനി രണ്ടാമത്തെ അന്നഹു ഹൗലുൻ നബി ഫിൽ മൗഖിഫി, അല്ല മൗഖിഫിൽ വിചാരണയ്ക്ക് വേണ്ടി നിർത്തുന്ന സ്ഥലത്തുള്ള നബിക്കുള്ള ഒരു ഹൗലാണ് എന്ന് രണ്ടാമത്തെ അഭിപ്രായം. നബി നമ്മളെ മനുഷ്യരെല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി നിർത്തുമല്ലോ മഹ്ശറയിൽ, അവിടെ ഉണ്ടാകുന്ന നബിക്കുള്ളൊരു ഹൗലാണ് അത്. കാലു അത്വാവ് ഇതിനെ പറഞ്ഞിട്ടുണ്ട്. വഫി സഹീ മുസ്ലിമിൻ അനസിനെ തൊട്ടുണ്ട്. കാല ബൈനമാനഹുൻ ഇന്ദ റസൂലില്ല, ഞങ്ങൾ നബിയുടെ അടുക്കലായിരിക്കും ഇത് അത്തൻ, നബി തങ്ങൾ ഒന്ന് തൂങ്ങി ഉറങ്ങി. സുമ റഫാറാസോ, പിന്നെ നബി തല ഉയർത്തി. മുത്തബസ്സിമൻ, ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട്. ഫഖുൽ, നബി ഞങ്ങൾ ചോദിച്ചു, മാ ലഹക്ക യാ റസൂലല്ലാഹ്, അങ്ങേ ചിരിപ്പിച്ച വസ്തു എന്താ? കാല, നബി പറഞ്ഞു, നസ്ലത്ത് അലയ്യ ആനിഫൻ സൂറത്തു, എനിക്കിപ്പോൾ എൻ്റെ മേൽ ഇപ്പോൾ അവതരിച്ചിട്ടുണ്ട് ഒരു സൂറത്ത്. അണ്ട് ഫഖാറ, നബി ഓതി, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലി റബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സുമ്മ കാല, പിന്നെ നബി ചോദിച്ചു, അതദറൂനമൽ കൗസറു, കൗസർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഖുൽന അല്ലാഹു റസൂല, ഞങ്ങൾ പറഞ്ഞു അള്ളാഹുക്കും റസൂലിന് അറിയാ എന്ന് പറഞ്ഞു. അപ്പോൾ കാല, നബി പറഞ്ഞു, ഫഇന്നഹു നഹറൻ, അതൊരു നദിയാണ്. വഅദനിഹി റബ്ബി അസ്സ വജല്ല, എനിക്കല്ലാ വാഗ്ദാനം ചെയ്തൊരു നദിയാണത്. അലൈഹി ഖൈറുൻ കസീറുൻ, അതിൻ്റെ മേൽ ധാരാളം നന്മയുണ്ട്. ഹുവ ഹൗലുൻ തരിദു അലൈ ഉമ്മത്തി, അതൊരു ഹൗലാണ്, എൻ്റെ ഉമ്മത്ത് അതിൻ്റെ അടുക്കൽ വരും. യൗമുൽ ഖിയാമ, അന്ത്യനാൾ, അങ്ങനത്തെ ഒരു ഹൗലാണത്. ആനിയത്തുഹു അദദുൻ നുജൂം, അതിലെ പാത്രങ്ങൾ നക്ഷത്രം എണ്ണം പാത്രം ഉണ്ടാകും. ഫയുഖ്തലജു അബ്ദു മിൻഹും, അവരിൽ നിന്നൊരു അടിമയെ അപ്പം എന്ത് ചെയ്യും? ദൂരെയാക്കപ്പെടും. എൻ്റെ അടിമകൾ, എൻ്റെ ഉമ്മത്തുകളിൽ നിന്ന് ഓരോരുത്തരും വരുമ്പോൾ ചില അടിമകൾ എന്ത് ചെയ്യും? ആട്ടി അകറ്റപ്പെടും. ഫഖൂൽ, അപ്പോൾ ഞാൻ പറയും, ഇന്നഹുമിൻ ഉമ്മത്തി, അയാൾ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണല്ലോ. ഫയുഖാൽ, അപ്പോൾ പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസ ബഅദക, നബിയെ അങ്ങേക്ക് അറിയില്ല, അങ്ങേക്ക് ശേഷം അവൻ പുതുതാക്കിയത് അങ്ങേക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ അങ്ങയുടെ പാർട്ടിയല്ല എന്ന് പറഞ്ഞ് അയാളെ ആട്ടി ഓടിക്കപ്പെടുന്ന. വൽ അഖ്ബാറു ഫി ഔലിഹി ഫിൽ മൗഖിഫി കസീറ, ഹൗല് മൗഖിഫിലുള്ള ഹൗലിലുള്ള ഖബറുകൾ ഒരുപാടുണ്ട്. അതായത് നബിക്ക് മാശറിൽ വെച്ച് ഹൗലുണ്ട് എന്നതിൽ വന്ന ഹദീസുകൾ ഒരുപാടുണ്ടെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ അഭിപ്രായം, വദക്കർനാഹ ഫി കിതാബി തദ്ക്കിറ, നാം അതിനെ തദ്ക്കിറ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഖുർത്തുബിയാണല്ലോ, അപ്പോൾ ഖുർത്തുബിയുടെ തദ്ക്കിറ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നത് നാം ഇതിനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വഅന്ന അലാർക്കാനിഹിൽ അർബഅത്തി ഖുലഫാഉൽ അർബ, അതിൻ്റെ 4 മൂലകളിലും 4 ഖലീഫമാരുണ്ടാകുന്ന റിദ്വാനുല്ലാഹി അലൈഹിം, അബൂബക്കർ തങ്ങളും ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ തങ്ങൾ, അലി റളിയല്ലാഹു അൻഹു, ഈ 4 പേരും അതിൻ്റെ 4 ഭാഗങ്ങളിലുണ്ടാകും. വന്നമൻ അബഗള വാഹിദ മിൻഹും ലം യസ്ഖിഹിൽ ആഖറു, അവരിൽ ആരോടെങ്കിലും ആരോടെങ്കിലും ദേഷ്യം വെച്ചാൽ
ലം യസ്ഖിൽ ആഹറു, മറ്റേ ആൾ അവനെ കുടിപ്പിക്കൂല, അപ്പോൾ അവനെ കുടിപ്പിക്കുകയില്ല അതിൽ നിന്ന്. വദക്കർന ഹുനാക്ക മൻ യത്തരിദു അൻഹു, അവിടെ നാം പറഞ്ഞിട്ടുണ്ട് മൻ യത്തരിദു അൻഹു, അതിൽ നിന്ന് അകറ്റപ്പെടുന്നത് ആരൊക്കെയാണെന്ന്. അപ്പോൾ ഹൗലിൽ നിന്ന് ഓടിക്കപ്പെടുന്ന, വെള്ളം കുടിക്കാൻ വരുമ്പോൾ അവിടെ നിന്ന് ആട്ടി അകറ്റപ്പെടുന്നത് ആരാണെന്ന് നാം എവിടെ പറഞ്ഞിട്ടുണ്ട്? തദ്കിറയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫമൻ അറാദൽ വുഖൂഫ അലാ ദാലിക തഅമ്മലഹു ഹുനാക്ക, അപ്പോൾ ആരെങ്കിലും അതിൻ്റെ മേൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവൻ അവിടെ ചിന്തിക്കട്ടെ. അപ്പോൾ അവിടെ പോയി നോക്കുക, ആ കിതാബിൽ തദ്കിറയിൽ നോക്കാന്ന് പറയും. സുമ്മ യജൂസു അൻ യുസമ്മാ ദാലിക നഹ്റു അവിൽ ഹൗലു കൗസറൻ, പിന്നെ ഈ നഹറിനും ഈ ഹൗലിനും, ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഹൗലും സ്വർഗത്തിലെ നദി അല്ലെങ്കിൽ മാഴ്ശറിൽ നബിക്ക് ലഭിക്കുന്ന ടാങ്ക് ഹൗല്, അതിനൊക്കെ കൗസർ എന്ന് പറയാം. കാരണം ലി കസ്രത്തിൽ വാരിദത്തി, അവിടെ വരുന്ന ആളുകൾ അധികരിച്ചതിന് വേണ്ടി, വശാരിബത്തി കുടിക്കുന്ന ആളുകളും, നബിയുടെ മിൻ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാക്ക, നബിയുടെ സമുദായത്തിൽ നിന്ന് അവിടെ വരുന്ന ആളുകളും കുടിക്കുന്ന ആളുകളും അധികരിച്ചതിന് വേണ്ടി എന്താണ്, ഈ രണ്ടിനെ പറ്റിയും കൗസർ എന്ന് പറയാൻ പറ്റും. വൈസമ്മ ബിഹി ലിമാഫി മിനൽ ഖൈറിൽ കസീരി വൽ മായിൽ കസീരി. വൈസമ്മ അതുപോലെ തന്നെ അതിന് പേര് പറയപ്പെടാം ലിമാഫി, കൗസർ എന്ന് പേര് പറയപ്പെടും. ലിമാഫി അതിലുണ്ടായതിന് വേണ്ടി എന്ത്, മിനൽ ഖൈറിൽ കസീരി വൽ മായിൽ കസീരി, അധികം നന്മകളും അധികം വെള്ളവും ഉണ്ടായതിന് വേണ്ടിയിട്ടും അങ്ങനെ അതിന് പേര് പറ്റും. ഇനി അസാലിസ് മൂന്നാമത്തത് അന്നൽ കൗസറൻ നുബുവത്ത് വൽ കിതാബ്. ഇവിടെ കൗസർ നബിയെ അങ്ങേക്ക് നാം കൗസർ നൽകി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നുബുവത്ത് നൽകി, അതുപോലെ തന്നെ കിതാബ് നൽകി, ഖുർആൻ നൽകി, അങ്ങേ നാം നബിയാക്കി എന്നാണ് ഉദ്ദേശം. കാലു ഇക്രീമ അതിനെ പറഞ്ഞിട്ടുണ്ട്. അറാബി നാലാമത്തിൽ ഖുർആൻ നൽകിയെന്നാണ്. കാലുൽ ഹസൻ തങ്ങൾ അതിനെ പറഞ്ഞു. അൽ ഖാമിസ് അൽ ഇസ്ലാമിനെ നൽകിയെന്നാണ്. അക്കാവുൽ മുഗീറ അതിനെ ഹിക്കായത്ത്. അസാദിസ് ആറാമത്തത് തൈസീറുൽ ഖുർആനി വ തഖ്ഫീഫു ശറായി, ഖുർആനെ എളുപ്പമാക്കി തരിക, അതുപോലെ തന്നെ മതനിയമങ്ങളെ ലഘുവാക്കി തരിക എന്നാണ് ഉദ്ദേശം. ഖാലുൽ ഹുസൈനുബിന് ഫളിൽ അത് പറഞ്ഞു. അസ്സാബി ഏഴാമത്തെ ഹുൽ കൗസറു അസ്ഹാബി വൽ ഉമ്മത്തി കസ്രത്തുൽ അസ്ഹാബി വൽ ഉമ്മത്തി വൽ അഷിയായി, നബിയുടെ പാർട്ടിക്കാരും സമുദായവും അനുയായികളും അധികരിക്കുക എന്നാണ്. ഖാലു അബൂബക്കർബിന് അതിനെ പറഞ്ഞത് അബൂബക്കർബിന് അയ്യാഷ് യമാനുബിന് റിയാബും പറഞ്ഞതാണ്. അസാമിന് എട്ടാമത്തത് അന്നഹുൽ ഈസാർ, നബിയെ തിരഞ്ഞെടുക്കാം. ഖാലു ഇബ്നു കൈസാൻ അത് പറഞ്ഞു. ഈസാറാണ് ഉദ്ദേശം. ഇനി അസ്താസിയു 9 അന്നഹു റിഫഅത്തു ദിക്റ, നബിയുടെ കീർത്തി ഉയർത്തുക, അല്ലേ, നബിയുടെ എന്ത് ചെയ്യുക, കീർത്തിയെ ഉയർത്തുക. ഹക്കാവുൽ മാവദ്യ ഹിക്കായത്ത് ചെയ്തു. അല്ല ആശിർ 10 അന്നഹു നൂറം മിൻ ഖൽബിക ദല്ലക്ക അലയ്യ, അങ്ങയുടെ ഹൃദയത്തിലുണ്ടാകുന്ന പ്രകാശം, ദല്ലക്ക അലയ്യ എൻ്റെ മേലത് അറിയിക്കും. വാ ഖതാക്ക അമ്മ സിവായ, ഞാനല്ലാത്തവരെ തൊട്ട് അത് മുറിച്ച് കളയുന്ന അങ്ങയുടെ ഹൃദയത്തിലുള്ള ഒരു പ്രകാശമാണ്. അതാണ് ഉദ്ദേശം ഇവിടെ കൗസർ എന്ന് വെച്ച ഉദ്ദേശം. വാൻഹു ഹുവ ഷഫാത്തു, ഈ ഷഫാത്താണ് ഉദ്ദേശമെന്ന് അങ്ങനെയുമുണ്ട്. ശുപാർശ ചെയ്യൽ നാം അങ്ങേക്ക് നൽകി. ഇനി വഹുവൽ ഹാദി അഷർ, അതാണ് 11ാമത്തെ. വഖീല മൂജിദാത്തു റബ്ബി ഹുദിയ ബിഹ അഹ്ലുൽ ഇജാബ ലിദാവത്തിക, ഹക്കാവു സാലബിയാണ്. റബ്ബിൻ്റെ മൂജിദത്തുകൾ ഹുദിയ ബിഹ അഹ്ലുൽ ഇജാബ, അതുകൊണ്ട് ഇജാബത്തിൻ്റെ അഹലുകാരെ അതുകൊണ്ട് സന്മാർഗത്തിലാക്കപ്പെട്ടു. ദാവത്തിന് അങ്ങയുടെ ദാവത്തിന് ഉത്തരം നൽകിയ ആളുകൾക്ക് സന്മാർഗമാക്കപ്പെടുന്ന റബ്ബിൻ്റെ മോചിതത്തുകളാണ് ഉദ്ദേശം. നബിക്ക് അല്ലാഹ് നൽകിയ മോചിതത്തുകളാണ് ഉദ്ദേശം. ഹക്കാവു സാലബി അതിന് ഹിക്കായത്ത്. വഹുവ സാനിയ ശ്രബത് 12 നസാലിസ് 13 അസാലിസ് അഷറ 13 ഖാല ഹിലാലുബ്നു യസാഫ് പറഞ്ഞത് ഹുവ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് കൗസർ കൊണ്ടുള്ള ഉദ്ദേശം. വഖീല പറയപ്പെട്ടാൽ ഫിഖ്ഹു ഫിദ്ദീൻ, ദീനിലുള്ള ഫിഖ്ഹാണ് ഉദ്ദേശം. വഖീല സ്വലവാത്തുൽ 5 5 നേരത്തെ നിസ്കാരമാണെന്ന്. വഹുമ റാബി അഷറ വൽ ഖാമിസ്, അപ്പോൾ 14 15 ആയിട്ട്. ഇനി ഖാല ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞു ഹുവൽ അലീമു മിനൽ അംരി, വലിയ കാര്യം. വദക്കറ ബൈത്തൽ ലബീദിൻ്റെ ബൈത്തിനെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വലിയ കാര്യം അങ്ങേക്ക് നൽകിയിട്ടുണ്ട്. വസാഹിബു മൽഹൂബിൻ ഫജഅൽനാ ബിഫഖദിഹി
വൈന്ദൽ വിദാഇ ബൈത്തു ആഹാറ കൗസരി, അവിടെ ഐ അലീമിൻ, അലീമിൻ്റെ അർത്ഥത്തിന്. കുൽത്തു ഞാൻ പറഞ്ഞു അസവ് ആദിൽ അഖ്വാൽ അൽ അവ്വൽ വസാനി, ഈ അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായത് ഒന്നും രണ്ടുമാണ്. അതായത് സ്വർഗത്തിലെ നദി അല്ലെങ്കിൽ മഅ്ശറയിലെ ഹൗള് എന്നാണ്. ഈ രണ്ടെണ്ണം ഏറ്റവും ശരിയാണ്. കാരണം അന്നഹു സാബിത്തുൻ നബി നസാഫിൽ കൗസരി, കൗസറിൽ നസായിട്ട് നബിയെ തൊട്ട് സ്ഥിരപ്പെട്ടത് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഹദീസ് വന്നിട്ടുണ്ടല്ലോ ഈ രണ്ടഭിപ്രായത്തിനും. സമയ അനസ് കൗമൻ, അനസ് തങ്ങൾ കേട്ട ഒരു കൗമിനെ യതദാക്കറൂനൽ ഹൗൽ, അവർ ഹൗലിനെ പറ്റി ചർച്ച ചെയ്യണം. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു മാ കുന്തു അറ അൻ ആയിഷ, മാ കുന്തു അൻ അറ, ഞാൻ കാണുന്നത്, അൻ ആയിഷ, ഞാൻ ജീവിക്കാൻ, ഹത്ത അറ അംസാലക്കും, അറ അംസാലക്കും, നിങ്ങളെപ്പോലത്തവരെ ഞാൻ കാണുന്നത് വരെ, യതമാറൗന ഫിൽ ഹൗലി, ഹൗലിൽ തർക്കിക്കുന്നു, ഹൗലിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നതായിട്ട്. ഇനി ലഖദ് തറക്തു അജായിസ ഖൽഫി, എൻ്റെ പിറകിലുള്ള വിപത്തുകളെ ഞാൻ ഒഴിവാക്കുന്നു. മാ തുസല്ലിം റാത്ത മിൻഹുന്ന ഇല്ലാ സാലത്തില്ല യസ്ഖിഹ മിൻ ഹൗലിൻ നബിയെ, ഒരു സ്ത്രീയും അവരിൽ നിന്നൊരു സ്ത്രീയും എന്താണ് നിസ്കരിക്കൂല, ഇല്ലാ സാലത്തില്ല യസ്ഖിഹ മിൻ ഹൗലിൻ നബി, നബിയുടെ ഹൗലിൽ നിന്ന് അവളെ കുടിപ്പിക്കാൻ അവൾ ചോദിച്ചിട്ടല്ലാതെ. വഫി ഹൗലിഹി യഖൂലു ഷായിർ, നബിയുടെ ഹൗലിനെ പറ്റി ഷായിർ പറഞ്ഞു, യാ സാഹിബൽ ഹൗലി മയ്യുദാനീക വഅൻത ഹഖൻ ഹബീബും ബാരിക, അല്ലേ, വജമിഉ മാ ഖീല ബഅദ ദാലിക ഫി തഫ്സീരിഹി. ഇനി വജമിഉ മാ ഖീല ബഅദ ദാലിക, അതിനുശേഷം പറയപ്പെട്ടത്, തഫ്സീറിൽ പറയപ്പെട്ടത് മുഴുവനും ഖദൂത്തിയഹു റസൂലുള്ളാഹ്, റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, സിയാദത്തൻ അല ഹൗൽ, ഹൗദിനേക്കാൾ അധികരിച്ചായിട്ട് നൽകിയിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ. അപ്പോൾ ഇനി ഇവിടെ പറഞ്ഞ ഈ 16 അഭിപ്രായങ്ങളിൽ ഈ ഹൗല് അല്ലാത്തതും ഇത് അതിൻ്റെ കൂടെ തന്നെ നബിക്ക് അല്ലാഹ് നൽകിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഫസ്വല്ലി, നബി അങ്ങ് നിസ്കരിക്കണം, റബ്ബിക്ക്, റബ്ബിന് വേണ്ടി, വൻഹർ, അങ്ങ് അറുത്തു കൊടുക്കുക, ബലി അറുക്കുകയും ചെയ്യുക. ഇനി അവിടെ പറഞ്ഞത് ഫീ ഖംസു മസായില, ഈ പറഞ്ഞതിൽ 5 മസല ഉണ്ട്. അല്ലൂല ഒന്നാമത് കൗലു തആല, അള്ളാഹ് പറഞ്ഞു, അള്ളാഹിൻ്റെ കൗല്, ഫസ്വല്ലി ഐ അഖിമിസ് സ്വലാത്ത, അള്ളാഹിൻ്റെ ഫസ്വല്ലി എന്ന അള്ളാഹിൻ്റെ കൗലിൻ്റെ അർത്ഥം ഐ അഖിമിസ് സ്വലാത്ത അൽ മഫ്റൂള അലൈക, അങ്ങയുടെ മേൽ ഫർളാക്കപ്പെട്ട നിസ്കാരം അങ്ങ് നിലനിർത്തുക. കഥാ റവാഹു ലഹാഖ് അനിബിന് അബ്ബാസിന് തൊട്ട് ലഹാഖ് റിവായത്ത് ചെയ്തു. വഖാല ഖതാദ വാത്താൻ വൈക്രിമ, ഇക്രിമയും അത്താവും ഖതാദയും പറഞ്ഞു, റളിയല്ലാഹുനും പറഞ്ഞത്, ഫസ്വല്ലി റബ്ബിക സ്വലാത്തൽ ഈദി വയൗമൻ നഹരി, പെരുന്നാൾ ദിവസം അങ്ങ് നിസ്കരിക്കുക റബ്ബിന് വേണ്ടി, വൻഹർ നുസുക്കക, അങ്ങയുടെ ബലിയെ അങ്ങ് അറുക്കുക, ബലിമൃഗത്തെ അറുക്കാൻ. കാല അനസുൻ, വക്കാല അനസ് പറഞ്ഞു, കാനൻ നബി അൻഹർ സുമ്മ യുസല്ലി, നബി അറുക്കുകയും പിന്നെ നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. ഫൗമിറ, അപ്പം നബിയോട് കൽപ്പിക്കപ്പെട്ടതു അൻ യുസല്ലിയ സുമ്മ യൻഹറ, ആദ്യം നിസ്കരിച്ച് പിന്നെ അറുക്കാൻ. കാല സയ്യിദ് ഇബ്നു ജുബൈർ ആയില്ല, വീണ്ടും സയ്യിദ് ഇബ്നു ജുബൈർ പറയണം, സല്ലി റബ്ബിക സ്വലാത്ത സുബിൽ മഫ്റൂദ, അങ്ങനെയാണ് അർത്ഥം. എന്താണ് സുബൈ നിസ്കരിക്കുക, ഫർളാക്കപ്പെട്ട സുബൈ നിസ്കരിപ്പി ജമീൻ മുസ്തലിഫയിൽ വെച്ച് നിസ്കരിക്കുക. വൻഹറിൽ ബുദ്ന ബി മിനൻ, മിനൽ വെച്ചുകൊണ്ട് ഒട്ടകത്തെ അറുക്കാൻ. കാല സയ്യിദ് ഇബ്നു ജുബൈർ പറഞ്ഞു ആയില്ലൻ, വീണ്ടും അദ്ദേഹം പറയാണ്, നസലത്ത് ഫി ഹുദൈബിയ ഹീന ഹുസ്രൻ നബിയോ, ഇതിറങ്ങിയത് നബിയെ കാബയെ തൊട്ട് നബിയെ തടയപ്പെട്ടല്ലോ, ആ സമയത്ത് ഹുദൈബിയയിൽ വെച്ച് ഇറങ്ങിയതാണിത്. അപ്പോൾ ഫാമറല്ലാഹു താല, അപ്പോൾ നബിയോട് അള്ളാഹ് കൽപ്പിച്ച യുസല്ലിയ നിസ്കരിക്കാനും, വയൻഹറൽ ബുദ്ന ആ ഒട്ടകത്തെ അറുക്കാനും, വയൻസരി കൊണ്ട് തിരിഞ്ഞു പോരാനും, തിരിഞ്ഞ് മദീനയിലേക്ക് തന്നെ പോരാൻ. ഫാല ദാലിക, നബി അപ്പോൾ അതങ്ങനെ ചെയ്തു എന്ന്. കാല ഇബ്നുൽ അറബി പറഞ്ഞിട്ടുണ്ട്, അമ്മാമൻ കാല ഇന്നൽ മുറാദ ബി ഖൗലി താല ഫസല്ലിയ സലവാത്തുൽ ഖംസ്, അപ്പോൾ പറഞ്ഞ ആൾ അള്ളാഹു താലേൻ്റെ കൗല് കൊണ്ട് ഫസല്ലി എന്ന കൗല് ഉദ്ദേശിച്ച സലവാത്തുൽ ഖംസ് 5 നേരം നിസ്കരിക്കാനാണോ ഉദ്ദേശമെങ്കിൽ ഫൈനഹാദ് റുക്കുനുൽ ഇബാദ, കാരണം 5 നേരത്തെ നിസ്കാരം ഇബാദത്തുകളുടെ തൂണാണല്ലോ. ഖായിദത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ നിയമമാണ്, ഇസ്ലാമിൻ്റെ തൂണാണ്. വഅലമുൽ ദീനിൻ്റെ തൂണുകളിൽ ഏറ്റവും മുഖ്യമായതല്ലേ. അമ്മാമൻ കാല, അപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ ഇന്നാത് സ്വലവാത്ത് സുബൈ മുസ്തലിഫയാണെന്ന് വെച്ചാൽ ഫലിയന്ന മഖ്റൂത്തുൻ ബിൻ നഹരി, അപ്പോൾ ആരെങ്കിലും ഇനി പറയും സുബൈ മുസ്തലിഫയിൽ നിസ്കരിക്കാനാണ് എന്താ അതുകൊണ്ട് ഉദ്ദേശമെന്ന് വെച്ചാൽ ഫലിയന്നഹ മഖ്റൂത്തുൻ ബിൻ നഹരി, അത് നെഹറിനോട് അന്വരിച്ചതാണ്. വഹുവ ഫീ ദാലിക്കൽ യൗം, അത് ആ ദിവസത്തിലാണ്. വലാ സ്വലാത്ത ഫീ ഖബ്ല നഹരി ഗൈറഹ, ആ നെഹറിന് മുമ്പ്
മറ്റൊരു നിസ്കാരം ഇല്ലല്ലോ, അതല്ലാത്ത നിസ്കാരമില്ല. അപ്പോൾ ഫഹസ്സാബി ദിക്രി, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമാക്കിയതാണ്. സുബഹി നിസ്കാരമാണ് പറഞ്ഞത്. മിൻ ജംലത്തി സ്വലവാത്തി, നിസ്കാരങ്ങളുടെ കൂട്ടങ്ങളിൽ നിന്ന് ലിഖ്തിറാനിയ ബിൻ നഹരി, അറവുമായി അത് അന്വരിച്ചതിന് വേണ്ടിയിട്ട്. അപ്പോൾ അറവിനോട് ബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് സുബഹി നിസ്കാരമാണെന്ന് വെക്കാം. കുൽത്തു, ഞാൻ പറയുന്നു, അമ്മാമൻ കാലിന്ന സ്വലാത്തുൽ ഈദി ഫദാലിക ബി ഗൈരി മക്ക, ഇത് ലൈസ ബി മക്കത്ത സ്വലാത്തു ഈദിൻ ബി ജുമാഇൻ. ഞാൻ പറയും അമ്മാമൻ കാല ഇന്ന സ്വലാത്തുൽ പെരുന്നാൾ നിസ്കാരമാണെന്ന് വെച്ചാൽ ഫദാലിക ബി ഗൈരി മക്ക, അത് ഗൈരി മക്കയിലല്ല. കാരണം എന്താ? പെരുന്നാൾ നിസ്കാരമാണെന്ന് വെക്കുകയാണെങ്കിൽ മക്കയിലല്ല എന്ന് വെക്കേണ്ടി വരും. കാരണം ഇത് ലൈസ ബി മക്കത്ത സ്വലാത്തുൽ ഈദി ബി ജുമാഇൻ, ഏകണ്ട അഭിപ്രായ പ്രകാരം മക്കയിൽ വെച്ച് പെരുന്നാൾ നിസ്കാരം ഉണ്ടായിട്ടില്ല. ഫിമാ അക്ക ഇബ്നു ഉമർ ഹിക്കായത്ത് ഇതിലാണ് കേട്ടോ പറഞ്ഞത്. കാല ഇബ്നുൽ അറബി പറഞ്ഞു അമ്മാ മാലിക്കൻ ഫഖാല, മാലിക് പറഞ്ഞിട്ടുണ്ട്, മാലിക് ഇമാം പറഞ്ഞു, മാ സമയത്ത് ഫീസ്, ഞാൻ അതിലൊന്നും കേട്ടിട്ടില്ല. വല്ലതി യഖൗ ഫി നഫ്സി, എൻ്റെ നഫ്സിൽ സംഭവിക്കുന്നത് അന്നൽ മുറാദ് ബിദാലിക സ്വലാത്ത് യൗമിൻ നഹർ, പെരുന്നാൾ ദിവസത്തെ നിസ്കാരമാണ് ഉദ്ദേശം, വലിയ പെരുന്നാൾ. വന്നഹറു ബാദ, നെഹർ അതിന് ശേഷമാണ്, നിസ്കാര ശേഷം. വഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് ഇബ്നു കഅബും പറഞ്ഞു, അൽ മാന, അതിന് വേറൊരർത്ഥം പറയും, ലഇൽ യുംന അലൽ യുസ്ര ഫസല്ലി ലി റബ്ബിക വൻഹർ, എന്ന അർത്ഥം എന്താ? ലഇൽ യുംന അലൽ യുസ്ര, വലത് കൈ ഇടത് കൈയിൻ്റെ മേൽ വെക്കുക, ഹിദാൻ നഹരി, നെഞ്ചിൻ്റെ മുകളിലായിട്ട്, ഫി സ്വലാത്ത് നിസ്കാരത്തിൽ, അങ്ങനെയാണ് അർത്ഥം. വറുവിയ അനിബിൻ അബ്ബാസ്, ഇബിൻ അബ്ബാസിനോട് റിവായത്തപ്പെട്ടു, വീണ്ടും ഇതിനെ റിവായത്തപ്പെട്ടു. വറുവിയാൻ അലിയിനായതും വീണ്ടും അലി തങ്ങളോട് റിവായത്തപ്പെട്ടു. എന്താണ്? ഐ യർഫ യദൈഹി ഫി തക്ബീരിൽ ആഖിരി എന്ന്. ഐ യർഫ യദൈഹി ഫി തക്ബീരി ഇലാ നഹരിഹി എന്ന്. തക്ബീറിൽ രണ്ട് കൈയും നെഞ്ചിന് നേരെ ഉയർത്തുക എന്നാണെന്ന്. വകദാ കാല ജാഫർ ഇബ്നു അലി പറഞ്ഞിട്ടുണ്ട്. ഫസല്ലി റബ്ബിക വൻഹർ, ഫസല്ലി റബ്ബിക വൻഹർ എന്ന് വെച്ചാൽ കാല യർഫ യദൈഹി അവ്വല മാ യുക്കബ്ബിറു ലിൽ ഇഹ്റാമി ഇലൻ നഹരി എന്ന്. അവലമാ യുക്കബ്ബിറു ലിൽ ഇഹ്റാമി ഇലൻ നഹരി, ഇഹ്റാമിന് വേണ്ടി തക്ബീർ ചൊല്ലുന്നതിൻ്റെ ആദ്യം രണ്ട് കൈയും നെഞ്ചിന് നേരെ ഉയർത്താനാണ്. വൻ അലിയൻ റളിയല്ലാഹു അൻഹു കാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാല അദ്ദേഹത്തെ തൊട്ട് കാല, അദ്ദേഹം പറയും, ലമ്മാ നസലത്ത് ഫസല്ലി ലി റബ്ബിക വൻഹർ എന്നത് ഇറങ്ങിയപ്പോൾ കാലൻ നബി, നബി പറഞ്ഞു, ജിബ്രീലിനോട് പറഞ്ഞു, മഹാദിഹിൻ നഹീറത്തുല്ലത്തി അമറനി അല്ലാഹു ബി, ഈ നഹീറത്ത് എന്താണ് ഉദ്ദേശം? അള്ളാഹു എന്നോട് പറഞ്ഞ് കൽപ്പിച്ച ഈ നഹീറത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ജിബ്രീലിനോട് ചോദിക്കുക നബി. അപ്പോൾ കാല, ജിബ്രീൽ പറഞ്ഞു, ലൈസത്ത് ബി നഹീറത്ത്, അത് നഹീറത്തല്ല, വലാകിന്നഹു യഅ്മുറുക, അള്ളാഹ് അങ്ങോട്ട് കൽപ്പിക്കണം, ഇതാ തഹറംതലി സ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി അങ്ങ് ഇഹ്റാം കെട്ടിയാൽ, ഐ തറഫയതൈക ഇതാ കബ്ബർത്ത, അങ്ങ് തക്ബീർ ചൊല്ലുമ്പോൾ കൈ ഉയർത്താനാണ്. വൈദാ റഫഅത റഅസക മിന റുക്കൂഇ, അതുപോലെ തന്നെ റുക്കൂയിൽ നിന്ന് തല ഉയർത്തിയാലും, വൈദാ സജത്ത, സുജൂദ് ചെയ്താലും, ഫൈനഹ സ്വലാത്തുന, കാരണം അത് ഞങ്ങളുടെ നിസ്കാരമാണ്. സ്വലാത്തുൽ മലായിക്കത്തിലതിന് ഹുംബി സമാവത്തി സമയം, 7 ആകാശങ്ങളുള്ള മലക്കുകളുടെയും നിസ്കാരമാണത്. വൈനലി കുല്ലിശൈൻ സീനത്തൻ, ഏതൊരു കാര്യത്തിനും ഒരു ഭംഗിയുണ്ട്. വൈന സീനത്ത സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ ഭംഗി റഫുൽ യദൈനി ഇന്ദൽ തക്കുലി തക്ബീറ, ഓരോ തക്ബീറത്തിലും രണ്ട് കൈ ഉയർത്തലാണ് എന്നും പറഞ്ഞു. വൻ അബീ സാലിൻ അനിബിൻ അബ്ബാസിനെ തൊട്ടുണ്ട്, കാല, അദ്ദേഹം പറയുന്നു, ഇസ്തഖ്ബിൽ ഖിബ്ലത ബി നഹരിക്കാന്നാ, നിന്നെ നെഞ്ച് കൊണ്ട് കിബിലക്ക് മുന്നിടുക എന്നർത്ഥം. വൻഹർ അല്ലേ. വഖാലുൽ ഫറാഉൽ കൽബി അബു അഹ്വസ്, ഫറാഖ് കൽബി അബു അഹ്വസ് എന്നവർക്ക് അത് പറഞ്ഞു. വമിൻഹു, അതിൽപ്പെടാൻ കൗലു ഷാഹിർ, അബാഹക മിൻമാ അൻത അമ്മു മുജാലിദി വസയ്യിദു അഹ്ലിൽ അബ്തഹിൽ മുതനാഹിരി, മുതനാഹിറിൻ്റെ അർത്ഥം അൽ മുതഖാബിലി, നേരിടുക, മുന്നിടുക. ഖാൽ ഫറാഖ് പറഞ്ഞു, സമയത്ത് ബാദൽ അറബി യഖൂലു, ചില അറബികൾ പറഞ്ഞു, എന്താണ്? മനാസിലുന തതനാഹറു എന്ന് വെച്ചാൽ എന്താ? ഐ നത്തഖാബ്, ഞങ്ങളുടെ വീടുകൾ നത്തഖാബലു, അത് നേരിടുന്നു. നെഹ്റു ഹാദ ബി നെഹ്രി ഹാദ, ഐ ഖുബാലത്ത്, അതിന് നേരെ. വഖാലബിൻ അറാബി പറഞ്ഞു, ഹുവ ഇന്തിസാബു റജുലി ഫി സ്വലാത്തി ബിദാൽ മിഹ്റാബി, മിഹ്റാബിൻ്റെ നേരെ നിസ്കാരത്തിൽ മനുഷ്യൻ ചൊവ്വായി നിൽക്കലാണ്. മീൻ ഖൗലി മനാസിലുഹും തതനാഹറു, ഐ തത്തഖാബൽ, നേരിടുക. വറുവിയൻ അത്തായിൻ കാല അമറഹു യസ്തവിയ ബൈന സജദതൈനി, ഇനി അത്തായിനെ തൊട്ട് റിവായത്തപ്പെട്ടു, കാല, അദ്ദേഹം പറയും, അമറഹു, അള്ളാഹ് കൽപ്പിച്ചത്, ഐ യസ്തവിയ ബൈന സജദതൈൻ, രണ്ട് സുജൂദിൻ്റെ ഇടയിൽ എന്താണ്? ചൊവ്വായി ഇരിക്കാനാണ്. ഐ യസ്തവിയ,
ഇസ്തിവാ അല്ലേ, നേരെയാകാൻ. ജാലിസൻ ഹത്താ യബുദു നെഹ്റു, ആ ഇരിക്കുന്ന സ്ഥിതിയിൽ ഹത്താ യബുദുവ നെഹ്റു, അവൻ്റെ നെഞ്ച് വെളിവാകുന്നത് വരെ. വക്കാല സുലൈമാൻ തൈമി പറഞ്ഞു ഇനി വർഫ യദക്ക ബി ദുആഇ ഇലാ നെഹ്രിക്കാൻ, ദുആ കൊണ്ട് കൈ ഉയർത്തണം, ഇലാ നെഹ്രിക്ക നെഞ്ചിലേക്ക് ഉയർത്തുക. വക്കീല പറ സല്ലി എന്ന് വെച്ചാൽ മാനാഹു വഅബുദ് ആരാധിക്കുക. വക്കാല മുഹമ്മദ് കാബുൽ ഖുറളി പറഞ്ഞു ഇന്ന അത്വനാക്കൽ കൗസൻ ഫസല്ലി റബ്ബിക വന യഖുലു, എന്താൻ്റെ അർത്ഥം? ഇന്ന നാസൻ യുസല്ലൂന ലി ഗൈരില്ലാഹി, ജനങ്ങൾ അല്ലാഹ് അല്ലാത്തവർക്ക് വേണ്ടി നിസ്കരിക്കും. വയൻഹറൂന ലി ഗൈരില്ലാഹി, അല്ലാഹ് അല്ലാത്തവർക്ക് വേണ്ടി ബലിയെറുക്കും. വഖദ അത്വനാക്കൽ കൗസറ, തീർച്ചയായും അങ്ങേക്ക് നാം കൗസർ തന്നിട്ടുണ്ട്. വലാ തക്കുൻ സ്വലാത്തക്ക വലാ നെഹറക്ക ഇല്ലാലില്ല, അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യരുത്, അങ്ങയുടെ നിസ്കാരവും അങ്ങയുടെ അറവും അള്ളാഹ്ക്കല്ലാതെ ആക്കരുത്. കാലബിനുൽ അറബി പറയാണ് വലതി എന്തി അന്നഹു അറാദ, എൻ്റെ അടുക്കലുള്ളത് അന്നഹു അറാ, അള്ളാഹ് ഉദ്ദേശിച്ചത് ഉഅ്ബുദ് റബ്ബക വൻഹർ ലഹുന, അള്ളാഹിനെ ആരാധിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി അറക്കുകയും ചെയ്യുക. ഫലായക്കുൻ അമലുക ഇല്ലാ ലിമൻ ഹസ്സക ബിൽ കൗസർ, കൗസർ കൊണ്ട് അങ്ങ് പ്രത്യേകമാക്കിയവനിക്കല്ലാതെ അങ്ങയുടെ അമൽ അങ്ങ് ആക്കരുത്. വബിൽ ഹരി അയ്യക്കൂന ജമീൽ അമലി യുവാസി ആദിൽ ഖുസൂസിയത്ത മിനൽ കൗസരി, മുഴുവൻ അമലുകളും യുവാസി ആദിൽ ഖുസൂസ, കൗസറിൽ നിന്ന് ഈ പ്രത്യേകതയോട് ഓക്കും. വഹുവ ഖൈറുൽ കസീർ, അധികരിച്ച നന്മയാണ്. അല്ലതി അത്താക്കഹുല്ല, അള്ളാഹ് അങ്ങക്ക് നൽകിയ. അബിൻ നെഹ്റുല്ലതി തീനുഹു മിസ്കൻ വാദതു ആനിത്തിഹി നുജൂമു സമാ, അല്ലെങ്കിൽ എന്താണ് ഒരു നദി, അതിലെ തീന് മിസ്കാണ്, അതിലെ മണ്ണ് എന്താണ് കസ്തൂരിയാണ്. വാദതു ആനിത്തി, അതിൻ്റെ പാത്രത്തിൻ്റെ എണ്ണം ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് തുല്യമാണ്. അമ്മ യുവാദി ഹാദാ സ്വലാത്ത് യൗമിൻ നഹരി വദബി കബിഷിൻ ഔ ബക്കറത്തിൻ ഔ ബദനത്തിൻ ഫദാലിക യബുഉദു ഫി തഖ്രീരി വ തദ്ബീരി വ മുവാസനത്തി സവാബിൽ ഇബാദത്തി വല്ലാഹു അലം. അമ്മ യുവാദി ഹാദാ, ഇത് സ്വലാത്ത് യൗമിൻ നഹരി, ഇത് പെരുന്നാൾ നിസ്കാരത്തിനോട് യോജിക്കൽ. വദബി കബിഷിൻ, കബിഷിനെയോ ആടിനെയോ പശുവിനെയോ ഒട്ടകത്തെ അറുക്കുന്നതിനോട് തുല്യമാകൽ. ഫദാലിക്കത് യഅബുദു ഫി തഖ്ദീറിലും തദ്ബീറിലും തഖ്ദീറിലും ചിന്തയിലും ആ സങ്കല്പത്തിൽ അത് വിദൂരമാണ്. വ മുവാസനത്തി സവാബിൽ ഇബാദത്തി, ഇബാദത്തിനോട് എന്താണ് സവാബ് യോജിക്കുന്നതിലും തുല്യമാകുന്നതിലും തൂങ്ങുന്നതിലും അത് എന്താണ് എതിരാണ്, വിദൂരമാകുന്നു. വല്ലാഹു അലം. ഇനി അസാനിയത്ത് രണ്ടാമത് കത് മലൽ കൗല് ഫി സൂറത്ത് സ്വാഫാത്ത്, ആ കൗല് കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വാഫാത്ത് സൂറത്ത് സാഫാത്തിൽ ഫിൽ അൽഹിയത്തി വ ഫളിഹ വാഖദ് ദബിഹ ഫലാമാനാലി ആദത്തി താരിക, ഒൽഹിയയും അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ സമയം, അതിനെ മടക്കുന്നതിൻ്റെ അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഇവിടെ നിന്ന് മടക്കി പറയുന്നില്ല. ഫലാമാനാലി ആദത്തി താരിക, അതിനെ മടക്കി പറയുന്നത് എനിക്കൊരു അർത്ഥമില്ല ഇവിടെ. വദക്കറിന ആയുധം ഫി സൂറത്തിൽ ഹജ്ജിലും പറഞ്ഞു ജുംലത്തമിൻ അഹ്കാമിയ, ഒലുഹത്തിൻ്റെ പല ഹുക്കുമുകളും ആ സൂറത്തുൽ ഹജ്ജിലും നാം പറഞ്ഞിട്ടുണ്ട്. കാല ഇബ്നുൽ അറബി പറയാണ് വാമിൻ അജീബിൽ അംരി, അത്ഭുതകരമാണ്. അന്ന ഷാഫിയ കാല, ഷാഫിമൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നമൻ ലഹ ഖബല സ്വലാത്തി അജ്സഹു, നിസ്കാരത്തിന് മുമ്പ് ഒരാൾ ഒലുഹത്ത് അറക്കുകയാണെങ്കിലോ വലിയ പെരുന്നാളിന് മുമ്പ്, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് അറുത്താൽ അജ്സഹു മതിയാകും, അതവന് മതിയെന്ന്. അള്ളാഹു താല യഖൂൽ, അള്ളാഹ് പറഞ്ഞെന്താ ഫീസ് കിതാബിൽ പറഞ്ഞല്ലോ ഖുർആനിൽ ഫസല്ലി റബ്ബിക വന്ന, നിസ്കരിച്ചിട്ട് അറുക്കാനല്ലേ പറഞ്ഞതെന്ന്. അപ്പോൾ വദബി സ്വലാത്തി ഖബല നെഹ്രി, അള്ളാഹ് നിസ്കാരത്തിന് മുമ്പ് നെഹറിന് മുമ്പ് അറിവിന് മുമ്പ് നിസ്കാരം കൊണ്ടല്ലേ തുടങ്ങിയത്. വഖദിന കാല നബിയും പറഞ്ഞല്ലോ പിന്നെ ബുഖാരി വൈരിലും പറഞ്ഞിട്ടുണ്ട് എന്താ അനിൽ ബറാബിന് ആജുവിനെ തൊട്ട് കാല അവ്വലു മാനബദു ബിഹി ഫി യൗമിന ഹാദാ, ഈ ദിവസം നമ്മൾ ആദ്യം തുടങ്ങുന്ന നിസ്കരിക്കും. സുമ്മൻ അർജു, പിന്നെ മടങ്ങിപ്പോയി ഫൻ അൻഹർ, നമ്മൾ അറക്കൂന്നല്ലേ നബി പറഞ്ഞത്. മൻ ഫാല ഫഖദ് അസാബ നുസ്കന, അങ്ങനെ ആരെങ്കിലും ചെയ്യണമെങ്കിൽ അവൻ നമ്മുടെ നുസ്കിനോട് യോജിച്ചു. ഒമൻ ദബഹ ഖബുലു, മുമ്പ് അറക്കുകയാണെങ്കിലോ നിസ്കരിക്കുന്ന മുമ്പ് അറുത്താൽ ഫൈനഹ ഹുവ ലഹമുൻ ഖദ്ദമു ലഹരി, അതവൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അവൻ മുന്തിച്ച ഇറച്ചിയാണ്, അതൊന്നും ഒലുഹിയത്താകൂല. ലൈസമിന് നുസ്കി ഫി ഷൈൻ, അതെന്താ നുസ്കിൽ ഇബാദത്തിൽപ്പെട്ടാകൂല എന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പറയലോടുകൂടി ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞല്ലോ,
വാസ്വാബ് യുങ്കിറൂനു, സഹാബ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഈ പറഞ്ഞതിനെ അദ്ദേഹത്തെ നിഷേധിക്കുന്നുണ്ട്. വഹബദൽ മുവാഫഖത്ത്. ഇനി അസ്സാലിസത്തു, അവിടെ ഒരു വിഷയം അങ്ങനെ പറഞ്ഞു വെച്ചതാണ്. ഇനി അസ്സാലിസത്ത് മൂന്നാമത്തെ, അമ്മാ റുബിയൻ അലിയിൻ അലിഹി സ്വലാത്തു വസ്സലാം, അലി തങ്ങൾ തൊട്ട് റിവായത്തപ്പെട്ടു. ഫസല്ലി റബ്ബിക വൻഹംസ ഖാല വളുൽ യമീനി അല ശിമാലി ഫി സ്വലാത്തി, വലത് കൈ ഇടത് കൈയിൽ വെക്കണം നിസ്കാരത്തിൽ എന്നാണ് എന്നർത്ഥം. ഫഖദ് ഇഖ്തലഫ ഉലമാഉന ഫീ ദാലിക ലാ സല, അപ്പോൾ ആ പറഞ്ഞത് ഫഖദ് ഇഖ്തലഫ ഉലമാഉന ഫീ ദാലിക ലാ സലാസ അഖ്വാൽ, നമ്മുടെ പണ്ഡിതന്മാർ 3 അഭിപ്രായത്തിലാണ് ഈ വിഷയത്തിൽ എതിരഭിപ്രായമുണ്ട്. എന്താ അല്ല, ഒന്നാമത്തേത് ലാ തൂളവു ഫരീദത്തൻ വലാ നാഫിലത്ത്, അങ്ങനെ കൈ വെക്കണ്ട, വലത് കൈ ഇടത് കൈയിൻ്റെ മേൽ വെക്കുക, നിസ്കാരത്തിൽ വെക്കുക എന്നുള്ളത് സുന്നത്ത്, ഫരീദത്തു അതിന് വെക്കപ്പെടേണ്ട ഫരീദത്തൻ വലാ നാഫിലത്തൻ, അത് ഫർദും അല്ല സുന്നത്തും അല്ല നിൽക്കുക. കാരണ താരിഖം ബാബിൽ ഏത്തിമാദി, അത് ഏത്തിമാദിൻ്റെ ബാബിൽപ്പെട്ടതാണ്. വലായജൂസു ഫിൽ ഫർലി, വലായജൂസ് അത് ഫർദിലും അതുപോലെ തന്നെ വലായുസ്താഫിൻ സുന്നത്ത് നിസ്കാരത്തിലും സുന്നത്തില്ല, ഫർദിൽ അനുവദനവുമില്ല, സുന്നത്ത് നിസ്കാരത്തിൽ സുന്നത്തും ഇല്ല എന്ന് പറയും. അസാനി രണ്ടാമത്തെ കൗലിൽ ലായഫലുവാഫിൽ ഫരീദ വയഫലുവാഫിൽ നാഫിലത്തി ഇസ്തിആന, ഫർദിൽ ചെയ്യാൻ പാടില്ല പക്ഷേ സുന്നത്തിൽ ചെയ്യുക. കാരണം ലാനു മൗലു തറഹുസാണല്ലോ, സുന്നത്ത് നിസ്കാരം ഒരു എന്തുണ്ട് വിട്ടുവീഴ്ചയുടെ സ്ഥലമാണ്, അപ്പോൾ അവിടെ പറ്റും, സഹായത്തിനായിട്ട് പറ്റും. അസാലിസ് മൂന്നാമത് എഫലുവാഫിൽ ഫരീദ വൻ നാഫിൽ, അത് ചെയ്യണം ഫരീദത്തിലും സുന്നത്തിലും അതുപോലെ തന്നെ എന്താണ് ഫർദ് നിസ്കാരത്തിലും ചെയ്യാം. വഹുവ അതാണ് സഹിഹ അഭിപ്രായം. കാരണം അന്നു സബത്ത സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ അന്ന റസൂലുള്ളാഹി വലയദഹുൽ യുംനാൽ യുസ്ര മിൻ ഹദീസ് വായിൽ ഇബ്നു ഹുജ്റ വഗൈരിഹി, നബിതങ്ങൾ വലത് കൈ ഇടത് കൈൻ്റെ മേൽ വെച്ചു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് വായിൽ ഇബ്നു ഹുജ്റയുടെയും ഒയറിൻ്റെയൊക്കെ ഹദീസിൽ. ഖാല ഇബ്നു മുൻദിർ പറഞ്ഞു വബിഹി ഖാല മാലിക്കൻ വ അഹ്മദ് വ ഇസ്ഹാഖും, അല്ലേ, മാലിക് ഇമാമും അഹമ്മദ് ഇമാമും ഇസ്ഹാഖും അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വഹുക്കിയ താലിക്കൻ ഷാഫി ഇമാമിനെ തൊട്ട് ഹിക്കായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ അഭിപ്രായം. വസ്താബ താലിക്ക് അസാബുറായി ഇതിനെ സുന്നത്താക്കി. വറാദ് ജമാഅത്തുൻ ഇർസാൽ ചെയ്ത്, ഒരു ചില സംഘങ്ങൾ കൈ കെട്ടാതെ അയച്ചിടുക എന്നാണ് റിവായത്ത് ചെയ്തത്. വമിമൻ റുബീന താലിക്കാൻ ഇബ്നു മുൻദിർ, അതിനെ തൊട്ട് റിവായത്ത് ഇബ്നു മുൻദിർ അതിൽപ്പെട്ടതാണ്. ഹസൻ ബസരി ഇബ്രാഹിം നഖിയൊക്കെ ആ അഭിപ്രായത്തിൽപ്പെട്ടതാണ്. ഖുൽതു ഞാൻ പറയുന്നു വഹു മറുവിൻ ഐദൻ അൻ മാലിക്, മാലിക് ഇമാമിനെ തൊട്ട് ഇത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏത് കൈ കെട്ടാതെ കൈ ഇങ്ങനെ അയച്ചിടുക, ഏതിൽ ഖിയാമിലൊക്കെ. ഖാലബിനു അബ്ദുൽ ബർ പറഞ്ഞത് ഇർസാൽ യദൈനി വലുൽ യുംനാൽ ശിമാലി കുല്ലു ദാലിക മിൻ സുന്നത്തി സ്വലാ, കൈ രണ്ടും അയച്ചിടലും അതുപോലെ തന്നെ വലത് കൈയിന് ഇടത് കൈയിൻ്റെ മേൽ വെക്കലും കുല്ലു ദാലിക മിൻ സുന്നത്തി സ്വലാ, ഇതെല്ലാം ഈ പറഞ്ഞതൊക്കെ നിസ്കാരത്തിൻ്റെ സുന്നത്തിൽപ്പെട്ടത് തന്നെയാണെന്ന്. അറാബി നാലാമത് ഇഖ്തലഫു ഫിൽ മൗദില്ലദി തൂളവു അലൈഹിൽ യദു, കൈ വെക്കുന്ന സ്ഥലത്തിൽ എതിരഭിപ്രായം. ഇനി എവിടെയാണ് കൈ വെക്കേണ്ടത്? വറുവിയാൻ അലി ഇബ്നു അബീ താലിബ് തൊട്ട് റിവായത്ത് ചെയ്യപ്പെട്ടത് അന്നഹു വലാഹുമ അലാ സദി, അതേ നെഞ്ചിൻ്റെ മേലാണത് വെച്ചത്. വഖാല സയ്യിദ് ഇബ്നു ജുബൈർ പറഞ്ഞു അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു ഫൗഖ സുറത്തിൻ, പൊക്കിളിൻ്റെ മേലാണ്. സയ്യിദ് ഇബ്നു ജുബൈർ അഹ്മദ് ബിൻ ഹംബൽ. വഖാല അദ്ദേഹം പറഞ്ഞു ലാ ബാസൈൻഖാന തഹത്ത സുറത്തി, ഇനി പൊക്കിളിൻ്റെ താഴെ ആയാലും കുഴപ്പമില്ലാന്ന്. വക്കാലത്ത് ത്വായിഫത്തിന് ഒരു സംഘം പറഞ്ഞു തൂളവ് തഹത്ത സുറത്തി എന്നാണ്, പൊക്കിളിൻ്റെ താഴെ വെക്കണമെന്ന് ഒരു സംഘം പറഞ്ഞു. വർവിയ താലിക്കൻ അലിയിൻ അബി ഹുറൈറ വ നഹി അബി മിർജില്ലസിൻ, അലി തങ്ങൾ അബി ഹുറൈറ നഹി അബി മിർജില്ലാസ് എന്നിവരെ തൊട്ട് റിവായത്തപ്പെട്ടിട്ടുണ്ട്. അബി ഖാല സുഫിയാന സൗരി ഇതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വൈസാക്കും എന്താണ് പൊക്കിന് താഴെന്ന്. അൽ ഖാമിസത്ത് അഞ്ചാമത്തെ അഭിപ്രായം അമ്മാർ റഫുൽ യദൈനി ഫി തക്ബീരി ഇന്ദ ലിഫ്തിതായി വ റുക്കി വ റഫി മിന റുക്കി വ സുജൂദി, അമ്മാർ റഫുൽ യദൈനി ഫി തക്ബീരി, തക്ബീറിൽ രണ്ട് കൈ ഉയർത്തുക, ഇന്ദ ലിഫ്തിതായി തുടങ്ങുന്ന സമയത്തും റുക്കുവിലും വ റഫി റുക്കുവിന് ഉയർച്ചയിലും അതുപോലെ തന്നെ സുജൂദിന് ഉയർച്ചയിലേക്ക് കൈ ഉയർത്തൽ. ഫഖ്തുലിഫ ഫീ ദാലിക, അതിൽ ഇഖ്തിലാഫുണ്ട്. ഫറവദ് ദാറുഖുത്നി റിവായത്ത് മിൻ ഹദീസ് ഹുമൈദ് അനസിനെ തൊട്ട് ദാറുഖുത്നി റിവായത്ത് ചെയ്ത് എന്താണ് ഖാല അദ്ദേഹം പറയുന്നത് അനസ് പറഞ്ഞു കാന റസൂലുള്ളാഹി യർഫഉ യദൈഹി ഇദാ ദഖല ഫി സ്വലാ വൈദാ റഖ വൈദാ റഫഅ റഅസഹു മിന റുകൂഇ വൈദാ സജദ. നബിതങ്ങളായിരുന്നു രണ്ട് കൈയും നിസ്കാരത്തിൽ കടന്നാൽ രണ്ട് കൈ ഉയർത്തും, വൈദാ റഖ റുക്കൂ ചെയ്താലും, അപ്പോൾ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോഴും റുക്കൂവിലും, വൈദാ റഫഅ റഅസഹു മിന റുക്കൂ റുക്കൂവിന് തല ഉയർത്തുമ്പോഴും
വൈദാ സജ സുജൂദ് ചെയ്താലൊക്കെ നീ കൈ ഉയർത്തും. ലൻ യർവിയൻ ഹുമൈദിൻ മർഫുവൻ ഇല്ല അബ്ദുൽ വഹാബ് സഖഫി. ഹുമൈദിയെ തൊട്ട് ഇതിന് റിവായത്ത് ചെയ്തിട്ടില്ല മർഫുവായിട്ട് ഇല്ല അബ്ദുൽ വഹാബ് സഖഫി അല്ലാതെ. വസ്സവാബു സത്യമായ അഭിപ്രായം മിൻ ഫീലി അനസിൻ. വസ്സവാബ് മിൻ ഫീലി അനസിൻ അനസ് തങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നാണ്. വഫി സഹീഹൈനിലുണ്ട് മിൻ ഹദീസ് ഇബ്നു ഉമറിൻ്റെ ഹദീസിൽ നിന്ന്. എന്താ കാല പറഞ്ഞു റായിത്തു റസൂലല്ലാഹി ഉമർ തങ്ങൾ പറയാണ്, ഇബ്നു ഉമർ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റായിത്തു റസൂലല്ലാഹി റസൂൽ ഞാൻ കണ്ടു ഇദാ ഖാമ ഇല സ്വലാത്തി റഫഅ യദൈഹി നബി തങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ കൈ ഉയർത്തുന്നതായിട്ട് ഞാൻ കണ്ടു. ഹത്താ യക്കൂന ഹദ്വ മങ്കിബൈ രണ്ട് ചുമലിന് നേരെ ഉയർത്തും. സുമ യുക്കബീർ പിന്നെ തക്ബീർ ചൊല്ലും. വകാന യഫ്അലു ദാലിക ഹീന യുക്കബിറു റുക്കൂഇ നബി ഇങ്ങനെ ചെയ്യും റുക്കൂവിന് വേണ്ടി തക്ബീർ ചൊല്ലുന്ന സമയത്തും. വയഫ്അലു ദാലിക ഹീന യർഫഉ റഅസഹു മിൻ റുക്കൂഇ റുക്കൂവിൽ നിന്ന് തല ഉയർത്തുമ്പോഴും നബി ഇങ്ങനെ ചെയ്യും. വയഖൂലു സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാം. അപ്പോൾ റുക്കൂവിൽ നിന്ന് ഉയർത്തുമ്പോൾ വലാ യഫ്അലു ദാലിക ഹീന യർഫഉ റഅസഹു മിന സുജൂദി സുജൂദിൽ നിന്ന് തല ഉയർത്തുന്ന സമയത്ത് നബി ഇങ്ങനെ ചെയ്യാറില്ല, അപ്പോൾ കൈ ഉയർത്താറില്ല അല്ലേ. ഖാല ഇബ്നു മുൻദിർ വഹാദ ഖൗലു ലൈസ് ഇബ്നു സഈദിൻ്റെ വാക്കും ഇത് തന്നെയാണ്. ഷാഫി ഇമാമും അഹ്മദ് ഇസ്ഹാഖ് വബി സൗർ ഇവരെല്ലാവരുടെയും വാക്കാണിത്, ഈ പറഞ്ഞതാണ്. വാക്കാ ഇബ്നു വഹബ് അൻ മാലിക്കിൻ ഹാദൽ ഖൗല ഇബ്നു വഹബ് മാലിക്കിനെ തൊട്ട് ഈ കൗലിനെ റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഹിക്കായത്ത് ചെയ്തു. വബിഹി അഖ്വാൽ ഈ പറഞ്ഞത് കൊണ്ട് പല കൗലുകളുണ്ട്. ലിഅന്നഹു സാബിത്തു അൻ നബിയെ തൊട്ട് സ്ഥിരപ്പെട്ടത് ലിഅന്നഹു അതാണ് സാബിത്തു നബി റസൂലുള്ളാഹിനെ തൊട്ട് സ്ഥിരപ്പെട്ടത്. വഖാലത്ത് ത്വായിഫത്തുൻ ഒരു ത്വായിഫത്ത് പറഞ്ഞു യർഫഉൽ മുസല്ലി യദൈഹി ഹീന യഫ്തതിഉ സ്വലാത്ത നിസ്കാരം തുടങ്ങുമ്പോൾ കൈ ഉയർത്തിയാൽ മതി. വലാ യർഫഉ ഫീമാ സിവാ ദാലിക അതല്ലാത്തതിലൊന്നും കൈ ഉയർത്തണ്ട. വാദ ഖൗലു സുഫ്യാന സൗരി അസ്ഹാബുർ റായിൻ്റെയും സുഫ്യാന സൗരിയുടെയും കൗൽ ഇതാണ്. കുൽത്തു ഞാൻ പറഞ്ഞു വഹുൽ മഷൂർ മിൻ മദ്ഹബി മാലിക് മദ്ഹബിൻ്റെ മഷൂർ ഇതാണ്, ഈ പറഞ്ഞതാണ്. ഈ ഹദീസ് ഇബ്നു മസ്ഊദിൻ്റെ ഹദീസ് ഉണ്ട്. അതിനുവേണ്ടി ഖറജഹു ദാറുഖുത്നി മിൻ ഹദീസ് ഇസ്ഹാഖ് ഇബ്നു അബി ഇസ്രായീലിൻ്റെ ഹദീസിൽ നിന്ന് ദാറുഖുത്നി അതിനെ റിവായത്ത് ചെയ്തിട്ടുണ്ട്, പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഖാല എന്താ അദ്ദേഹം പറഞ്ഞു ഹദ്ദസനാ മുഹമ്മദ് ബിൻ ജാബിർ അൻ ഹമ്മാദ് ബിൻ അൻ ഇബ്രാഹിം അൻ അൽഖമത അൻ അബ്ദുല്ലാ ഖാല സല്ലൈതു മാ നബിയോട് ഞാൻ നിസ്കരിച്ചു. മാ അബി ബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമൊക്കെ ഉണ്ട്, അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളൊക്കെ ഉണ്ട്. ഫലം യർഫു ഐദിഹും അവർ കൈ ഉയർത്തിയില്ല ഇല്ല അവലൻ ഇന്ദ തക്ബീറത്തുൽ ഊല ഇഫ്തിതാഹി സ്വലാ നിസ്കാരം തുടങ്ങുന്നതിൻ്റെ ആദ്യ തക്ബീറിൻ്റെ സമയത്ത് ആദ്യമല്ലാതെ കൈ ഉയർത്തിയില്ല. വലം യർഫു ഐദിഹും കൈ ഉയർത്തിയില്ല അവർ ഇല്ല അവലൻ ആദ്യമല്ലാതെ ഇന്ദ തക്ബീറത്തിൽ ഊല ഒന്നാമത്തെ തക്ബീറിൻ്റെ ആദ്യത്തിലല്ലാതെ ഇഫ്തിതാഹി സ്വലാ നിസ്കാരത്തിൻ്റെ തുടക്കത്തിലുള്ള ഒന്നാമത്തെ തക്ബീറിൻ്റെ ആദ്യത്തിലല്ലാതെ അവർ കൈ ഉയർത്തിയില്ല. കാല ഇസ്ഹാഖ് പറഞ്ഞു ബിഹിൻ അഖുദു ഫി സ്വലാത്തി കുല്ലിയ ഈ പറഞ്ഞതുകൊണ്ട് നാം എല്ലാ നിസ്കാരത്തിലും പിടിക്കും, ഈ പറഞ്ഞ അഭിപ്രായം. കാല ദാറുഖുത്നി പറഞ്ഞു തഫറദ ബി മുഹമ്മദ് ബിൻ ജാബിർ ഇതുകൊണ്ട് ഒറ്റപ്പെട്ടു. കാന ലഈഫൻ അദ്ദേഹം ലഈഫാൻ അൻ ഹമ്മാദിൻ അൻ ഇബ്രാഹിം വഗൈറു ഹമ്മാദിൻ യർവി അൻ ഇബ്രാഹിം മുർസലൻ അൻ അബ്ദുല്ല മിൻ ഫീലിഹി ഗൈറ മർഫൂഅൻ ഇലൻ നബി വഹുവ സവാബ്. വഖദ് റവ യസീദ് ബിൻ അബി സിയാദ് അൻ അബ്ദുറഹ്മാൻ ബിൻ അബി ലൈല അൻ ബറായിൻ അന്നഹു റഅൻ നബിയ അദ്ദേഹം നബിയെ കണ്ടു അൻ ബറായിനെ തൊട്ട് ഹീനഫ്തത സ്വലാത്ത റഫയദി ഹത്താ യുഹാദിയ ബിഹിമ ഉദ്നൈഹിന്ന് നബി നിസ്കാരം തുടങ്ങിയപ്പോൾ കൈ രണ്ടും ചെവിയുടെ നേരെ ഉയർത്തുന്നതായിട്ട്. സുമ്മലം യഅദില ഷൈഇൻ മിൻ ദാലിക ഹത്താ റഫഅ മിന സ്വലാത്ത് പിന്നെ നബി നിസ്കാരം ഒഴിവാകുന്നവരെ ഇങ്ങനെ ചെയ്തില്ല, ഒന്നിലും അത് ചെയ്തില്ല, അപ്പോൾ ആദ്യം മാത്രമേ ചെയ്തോളൂ. കാല ദാറുഖുത്നി പറഞ്ഞു വൈന്നമാ ലുഖിന യസീദു ഫി ആഖിരി ഉംരിഹി സുമ്മ ലം യഊദ് എന്ന് പറഞ്ഞിട്ട് ഫതലഖനഹു വകാന ഖദ് ഇഖ്തലത വഫി മുഖ്തസറിലുണ്ട് മാ ലൈസ ഫിൽ മുഖ്തസറി അൻ മാലിക്കിൻ ലാ യർഫഉ യദൈനി ഫി ഷൈഇൻ മിന സ്വലാത്തി നിസ്കാരത്തിൽ ഒരു ഷൈയിലും നബി രണ്ട് കൈ ഉയർത്തിയില്ല. കാല ഇബ്നു ഖാസിം പറഞ്ഞു വലം അറ മാലിക്കൻ യർഫഉ യദൈ ഇൻദൽ ഇഹ്റാമിൻ്റെ സമയത്ത് രണ്ട് കൈ ഉയർത്തുന്നതായിട്ട് മാലിക്കിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇബ്നു ഖാസിം പറഞ്ഞു. കാല അദ്ദേഹം വാഹബു ഇലയ്യ തർക്കു റഫുൽ യദൈനി ഇൻദൽ ഇഹ്റാമിന് അദ്ദേഹം പറഞ്ഞെന്താ വാഹബു ഇലയ്യ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തർക്കു റഫുൽ യദൈൻ രണ്ട് കൈ ഉയർത്തലിനെ ഉപേക്ഷിക്കലാണ് ഇൻദൽ ഇഹ്റാമിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞു. ഇനി അതൊക്കെ കഴിഞ്ഞ് ഇന്ന ഷാനിയൊക്കെ ഹുവൽ അബ്തർ
ഇന്ന ഷാനിയൊക്കെ അങ്ങയോട് ദേഷ്യം വെക്കുന്ന ആൾ ഹുവൽ അബുത്തർ, അവനാണ് ഭാവിയില്ലാത്തവൻ. അപ്പോൾ അവിടെ പറഞ്ഞ ഐ മുബിലുക്ക്, അങ്ങയോട് ദേഷ്യം വെക്കുന്നവനാണ്. വഹുവൽ ആസിബിന് വായിലാണ് നബിയോട് ദേഷ്യം വെച്ച ആൾ. വക്കാനത്തിൽ അറബികൾ തുസമ്മി മങ്കാന ലഹു ബനൂനോ ബനാത്തൻ, പേര് പറയും മനൊരുത്തന്, അവന് പെൺമക്കളും ആൺമക്കളും ഉണ്ട്. സുമ്മ മാത്തൽ ബനൂന വക്കീൽ ബനാത്തു, പിന്നെ ആൺമക്കൾ മരിക്കുകയും പെൺമക്കൾ മാത്രം ശേഷിക്കുകയും ചെയ്തു. അവരെപ്പറ്റി പറയും അബുത്തർ എന്നവർ പറയും, ഭാവിയില്ലാത്തവൻ എന്ന് പറയും, വാലറ്റവൻ എന്ന് പറയാറുണ്ട്. ഫൈഖാലു, അപ്പോൾ പറയപ്പെടും ഇന്നൽ ആസിബിന് വായിലുണ്ടല്ലോ, വഖഫ മാൻ നബി, നബിയുടെ കൂടെ അദ്ദേഹം നിന്നു. യുക്കല്ലിമു, നബിയോട് സംസാരിച്ച് നിന്നു. ഫഖാല ലഹു ജമുമിൻ സനാദിദ് ഖുറൈശ്, അപ്പോൾ ഖുറൈശികളിൽപ്പെട്ട നേതാക്കന്മാരിലൊരു സംഘം അദ്ദേഹത്തോട് ചോദിച്ചു, മാമൻ കുന്ത വാഖഫ, നീ ആരുടെ കൂടെ നിന്നത്? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാത് ആലിക്കൽ അബുത്തർ, ആ അബുത്തറിൻ്റെ കൂടെ നിന്നു. കണ്ടാ, നബിയെപ്പറ്റി അബുത്തർ എന്ന് പറഞ്ഞു. വക്കാന ഖദ് തൂഫിയ ഖബല ദാലിക അബ്ദുല്ലാ റസൂലില്ലാഹി, അതിനു മുമ്പ് നബിയുടെ മകൻ അബ്ദുള്ള എന്ന മകൻ മരിച്ചിരുന്നു. വക്കാന മിൻ ഖദീജയിൽ നബിക്കുണ്ടായ അബ്ദുള്ള എന്ന കുട്ടി മരിച്ചിരുന്നു. ഫാനസലല്ലാഹു ജല്ല ഷാനു, അപ്പോൾ അള്ളാഹ് ഇറക്കിയതാണ് ഇന്ന ഷാനിക ഹുവൽ അബുത്തർ, ഇന്ന ഷാനിയൊക്കെ, നബിയെ അങ്ങയോട് ദേഷ്യം വെച്ചവൻ ഹുവൽ അബുത്തർ, അവനാണ് വാലറ്റവൻ. അൽ മഖ്തൂ ദിക്റുഹു മിൻ ഖൈരി ദുനിയാ വൽ ആഖിറ, ആ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നന്മയിൽ നിന്ന് സ്മരണ മുറിക്കപ്പെട്ടവൻ അവനാണ്. വദക്കറ ഇക്രീമത്തു അനിബിൻ അബ്ബാസ്, അബ്ബാസിനെ തൊട്ട് ഇക്രീമ പറഞ്ഞെന്താ? കാല, അദ്ദേഹം പറഞ്ഞു, കാന, ഇബിൻ അബ്ബാസ് പറഞ്ഞു, കാന അഹ്ലുൽ ജാഹിലിയക്കാർ ഇതാ മാത്ത ഇബ്നുർ റജുലി, ഒരാളുടെ മകൻ മരിച്ചാൽ കാലൂർ പറയും ബുത്തിറ ഫുലാനൻ എന്ന് പറയാൻ, ഈ ഭാഷ പറയണം കേട്ടോ, ബുത്തിറ ഫുലാനൻ. ഫലമ മാത്ത ഇബ്രാഹിം ഇബ്നു നബി, നബിയുടെ മകൻ ഇബ്രാഹിം മരിച്ചപ്പോൾ ഖറജ അബൂജഹൽ പുറപ്പെട്ടു ഇലാസാബി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ അടുക്കലേക്ക് അബൂജഹൽ പുറപ്പെട്ടു. ഫഖാലാണ്ട് പറഞ്ഞു, ബുത്തിറ മുഹമ്മദൻ, മുഹമ്മദ് വാലറ്റു. അപ്പോൾ ഫഅൻസലല്ലാഹു ജല്ല സനാഹു ഇന്ന ഷാനിക ഹുവൽ അബുത്തർ, അപ്പം അള്ളാഹ് ഇറക്കിയതാണ് അങ്ങയെ ആക്ഷേപിക്കുന്നവൻ, അങ്ങയെ കുറ്റം പറയുന്നവൻ ഹുവൽ അബുത്തർ, അവനാണ് അബുത്തർ. യനീ വിദാലിക, അതുകൊണ്ട് അബൂജഹലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അബൂജഹലിനാണെന്ന് ഒരഭിപ്രായം. വക്കാല ഷിമ്രുബിന് അത്തിയ പറഞ്ഞു, ഹുവ ഉഖ്ബത്തുബിന് അബി മുഅയ്ത്താണ് ഇവിടെ പറഞ്ഞ ഉദ്ദേശം. വക്കീല, പറയപ്പെടും, ഇന്ന ഖുറൈശൻ കാനു യഖൂലൂന ലിമൻ മാത്ത ദുക്കൂർ വലദിഹി ഖദ് ബുത്തിറ ഫുലാൻ, ഖുറൈശികൾ അവർ പറയും ലിമൻ മാത്ത ദുക്കൂർ വലദി, മക്കളിൽ നിന്ന് ആൺമക്കൾ മരിച്ചവരെ പറ്റി, ഖദ് ബുത്തിറ ഫുലാനുൻ, ഇന്ന ആൾ എന്താണ് വാലറ്റ ബുത്തിറ ഫുലാൻ എന്ന് പറയാറുണ്ട്. ഫലമ്മ മാത്തൽ റസൂലുള്ളാഹി ഇബ്നുൽ ഖാസിം ബി മക്കത്ത, മക്കയിൽ വെച്ചുകൊണ്ട് നബിയുടെ മകൻ കാസിം മരിച്ചപ്പോൾ, ഇബ്രാഹിം ബിൽ മദീന, ഇബ്രാഹിം എന്ന കുട്ടി മദീനയിൽ വെച്ച് മരിച്ചപ്പോൾ, ഖാലു, അവർ പറഞ്ഞു, ബുത്തിറ മുഹമ്മദൻ എന്ന് പറഞ്ഞു. ഫലൈസ ലഹു മൻ യഖൂം ബി അംരിഹിം ബാദിഹി, അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹത്തിന് ശേഷം നിലനിർത്തിപ്പോരുന്നവന് അദ്ദേഹത്തിന് ഇല്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോഴാണ് ഫനസലത്ത് ഹാദില, ഈ ആയത്തിറങ്ങിയത്. കാലോ സുദ്ദിയും അബിനു സൈദ്, ഇതിനെ സുദ്ദിയും ഇബ്നു സൈദും പറയും. വക്കീല പറയപ്പെടും, ഇന്നഹു ജവാബുൽ ഖുറൈശിൻ ഈന ഖാലുലി ഖാബിബിൻ അഷ്റഫ് ലമ്മ ഖദിമ മക്ക, ഇത് ഖുറൈശികൾക്കുള്ള ഉത്തരമാണ്. ഹീന ഖാലു, അവർ ഖാബിബിൻ മാലിക്കിനോട് ചോദിച്ചു, അഷ്റഫിനോട് ചോദിച്ചു, ലമ്മ ഖദിമ മക്ക, മക്കയിൽ മുന്നിട്ടപ്പോൾ, അദ്ദേഹം മക്കയിലേക്ക് വന്നപ്പോൾ, നെഹനു അസാബു സിഖായ വസിദാന, ഞങ്ങൾ വെള്ളം കുടിപ്പിക്കുന്ന ആൾക്കാരാണല്ലോ, മക്കയിൽ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സിക്കായത്തിൻ്റെ ആളുകളാണ്. വല്ല ഹിജാബത്തി വൽ ലിവായി, കൊടിയുടെയും ഹിജാബത്തിൻ്റെ ഒക്കെ ആളുകളാണല്ലോ. വാൻത സയ്യിദു അഹ്ലിൽ മദീന, അങ്ങാണെങ്കിലോ മദീനയിലെ നേതാവല്ലേ. ഫനഹനു ഖൈറുൻ അം ഹാദ സുനൈബിറു, ഞങ്ങളാണോ അതല്ല ആ സുനൈബിറാണോ ശ്രേഷ്ഠൻ? അൽ ഉബൈത്തിറു മിൻ ഖൗമിഹി എന്ന് ചോദിച്ചു. അപ്പോൾ കാബ് പറഞ്ഞതെന്താ? ബൽ അൻതും ഖൈർ, നിങ്ങളാണ് ഖൈർ. അപ്പോൾ ഫനസലത്ത് ഫി കാബ്, അപ്പോൾ കാബിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്, കാബുബിൻ അഷ്റഫിൻ്റെ വിഷയത്തിലാണ്. അലം തറ ഇലല്ലദീന ഊത്തു എന്തിറങ്ങിയത്? അലം തറ ഇലല്ലദീന ഊത്തു നസീബ മിനൽ കിതാബി യുമിനുന ബിൽ ജിബ്തി വത്താഗൂത്ത്, അല്ല ഈ ആയത്തിറങ്ങി. വനസലത്ത് ഫി ഖുറൈശിൻ, ഖുറൈശികളിൽ ഇറങ്ങി. ഇന്ന ഷാനിക ഹുവൽ അബ്തർ എന്ന് ഖുറൈശികളിലും ഇറങ്ങി. ഖാലിബിൻ അബ്ബാസ് അതിനെ പറഞ്ഞിട്ടുണ്ട്. ഐദൻ ഇക്രിമ, വീണ്ടും ഇക്രിമയും പറഞ്ഞിട്ടുണ്ട്. വഖീല പറയപ്പെട്ടു, ഇന്നല്ലാഹു അസ്സ വജല്ല ലമ്മ ഔഹാ ഇലാ റസൂലി, റസൂലിലേക്ക് അല്ലാഹ് വഹി അറിയിച്ചപ്പോൾ,
വദാ ഖുറൈശനിൽ ഈമാൻ, ഖുറൈശികളുടെ ഈമാനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പോൾ ഖാലൂർ പറഞ്ഞു ഇമ്പത്തറ മിന്ന മുഹമ്മദ് ഐ ഖാലഫന മങ്കത്തന്ന, മുഹമ്മദ് നമ്മെ തൊട്ട് എതിരായി എന്ന്. ഫഅഖ്ബറല്ലാഹു, റസൂലിനോട് അപ്പോൾ ഖബർ അറിയിച്ചു, അന്നഹു ഹുമുൽ മബ്തൂറൂന, അവരാണ് എതിരായവർ, അവരാണ് മുറിഞ്ഞു പോയവർ. ഖാലഹു അയലൻ ഇക്രിമ ഷഹറുബിന് ഹൗഷ് ഇതിനെ പറഞ്ഞിട്ടുണ്ട്. കാല അഹ്ലുലുഗ പറയാണ് അൽ അബുത്തർ മിന റിജാലിൻ അല്ലദി ലാ വലദഹു, പുരുഷന്മാരിൽ നിന്ന് അബുത്തർ എന്ന് പറഞ്ഞാൽ അല്ലദി ലാ വലദലഹു, കുട്ടികളില്ല സന്താനമില്ലാത്ത ആളെ പറ്റി. വമിന ദവാബിൽ അല്ലദി ലാ ദനബലഹു, മൃഗങ്ങളിൽ അബുത്തർ എന്ന് വെച്ചാൽ എന്താണ്, വാലില്ലാത്തതിനെ പറ്റിയ. കുല്ലു അമ്രി ഇൻകത്താമിനൽ ഖൈരി അസറുഹു ഫഹു അബുത്തർ, ഏതൊരു കാര്യവും ഖൈറിൽ നിന്ന് മുറിഞ്ഞ ഏത് കാര്യവും അതിനെപ്പറ്റി എന്താണ് അബുത്തർ എന്ന് പറയും. വൽ ബത്തറു അൽ ഖത്തു, മുറിഞ്ഞതെന്ന. അൽ ബത്തർത്തു ചെയ്യുക, ബത്തർ എന്ന് വെച്ചാൽ ഖത്തത്തു കബല ഇത്മാം, പൂർത്തിയാകുന്നതിന് മുമ്പ് മുറിച്ചു എന്നാണ് ബത്തർത്തു ചെയ്യുക ബത്തർ എന്നതിൻ്റെ അർത്ഥം. വൽ ഇന്തിബാനൽ ഇൻഖിത്താ, മുറിയുക എന്ന. വൽ ബാത്തിർ സൈഫുൽ ഖാത്തി, ബാത്തിർ എന്ന് പറയും സൈഫുൽ ഖാത്തി, മുറിക്കുന്ന വാളിന്. വൽ അബുത്തർ മഖ്തൂ ദനബി, അബുത്തർ എന്ന് വെച്ചാൽ വാല് മുറിഞ്ഞത്. തഖൂലു മിൻഹു ബുത്തിറ, ബിൽ കസ്റ് കൊണ്ട് യുബുത്തറു ബത്തറൻ എന്ന്. വഫിൽ ഹദീസിനുണ്ട് മഹാദിൽ ബുത്തൈറ എന്ന്, ഹദീസിലും വന്നിട്ടുണ്ട്. വഖതബ സിയാദുൻ ഖുത്ബത്തഹുൽ ബത്തറ എന്ന് പറയും. വഖതബ സിയാദ് ഖുത്ബത്ത്, അത് ഖുത്ബ നടത്തിയ ബുത്തറ എന്ന് പറയുന്നത് അലിഅന്നഹു ലം യഹ്മദില്ലാഹ ഫിഹ വലം യുസല്ലി അല നബി, കാരണം എന്താ, ആ ഖുത്ബയിൽ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയോ നബിക്ക് സലാത്തലോ ചെയ്തില്ല. ഇബ്നു സിക്കീത്ത് പറയല്ലേ, ഇബ്നു സിക്ക് വലം യുസല്ലി അല നബി ഇബ്നു സിക്കീത്ത്. അൽ അബുത്തറാനി അൽ ഈറു അൽ അബുദു, അബുത്തറാനി എന്ന് പറയാറുണ്ട്, ഈറിനിക്കും അബുദിനിക്കും പറയാറുണ്ട്. അതായത് കഴുതയെ പറ്റിയും മനുഷ്യനെ അടിമയെ പറ്റിയും. കാല, അദ്ദേഹം പറയുന്നത് സുമ്മിയ അബുത്തറാൻലി ഖില്ലത്തി ഖൈരിഹിമ, അതിനെപ്പറ്റി രണ്ടിനെയും അബുത്തർ എന്ന് പറയാൻ കാരണം അതിൻ്റെ ഖൈറ് കുറഞ്ഞതിന് വേണ്ടിയാണ്, അതിൻ്റെ നന്മ കുറവാണ് ഈ അടിമക്കും കഴുതക്കും. വക്കത് അബുത്തറഹുല്ലാഹു സയ്യറഹു അബുത്തറ, അള്ളാഹു അതിനെ അബുത്തറാക്കി, നന്മ കുറഞ്ഞതായി. വയ്യുക്കാല് പറയപ്പെട്ടു റജുലൻ ഉബാത്തിറുൻ ബിലൊമ്മിൽ ഹംസക്ക് ഉബാത്തിറുൻ ഐ അല്ലദി യഖ്തു റഹിമഹു, റാഹിമിനെ മുറിച്ചവൻ എന്ന് റജുലൻ ഉബാത്തിർ എന്ന് പറയാറുണ്ട്, കുടുംബബന്ധം മുറിച്ചവനെ പറ്റി. കാലശാറൻ ലഈമുന്നസത്ത് ഫി അൻഫിഹി ഖുൻസുവാനത്തുൻ അലാ ഖതീദിൽ ഖുർബ അഖദ അബാത്തിർ വൽ ബുത്തരിയ ഫിർഖത്ത മിന സൈദ്. അതിനി ബുത്തരിയ എന്ന് പറഞ്ഞാൽ ഫിർഖത്ത മിന സൈദിയ, സൈദിയയിൽപ്പെട്ടൊരു സംഘമാണ് ബുത്തരിയ. നുസിബുൽ മുഗീറത്തുബിന് സൈദിലേക്ക് ചേർക്കപ്പെട്ടു. വലഖബുൽ അബുത്തർ, അദ്ദേഹത്തിൻ്റെ പേര് അബുത്തർ എന്നായിരുന്നു. വമ സുംബൂർ എന്ന് പല ലഫ്ളം മുസ്തറക്കായ ലഫ്ലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സുംബൂർ എന്ന് പറഞ്ഞല്ലോ, ഇവിടെ ഒരു സുംബൂർ എന്ന പദം വന്നു. അപ്പോൾ സുംബൂർ എന്ന് പറഞ്ഞാൽ മുസ്തറക്കായ പദമാണ് അല്ലേ. ഖൈറുൻ നം ഹാദ സുനൈബിർ എന്ന് പറഞ്ഞില്ലേ, സുനൈബിർ കാബുബിൻ അഷഫിനോട് ചോദിച്ചത് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ മുസ്തറക്കയില ഹുവൽ നഖിലത്തു തബുഖ മുൻഫരിദ, ഒറ്റക്ക് നിൽക്കുന്ന ഈന്തമരമാണ്. വയതുക്കു അസ്ഫലുഹ വയത്തഖശറു, അതിൻ്റെ അസ്ഫൽ നേർമയായിരിക്കും. വയത്തഖശറു യുഖാലു സംബറ അസ്ഫലു നഹല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇനി വക്കീല പറയും ഹുവർ റജുലുൽ ഫർദുല്ലദി ലാ വലദലഹു വലാഖ, സഹോദരന്മാരോ കുട്ടികളോ ഇല്ലാത്ത മനുഷ്യനെ പറ്റി, റജുലിനെ പറ്റിയാണ് എന്തു പറയുക, എന്തു പറഞ്ഞ ഈ പറഞ്ഞ സുംബൂർ എന്ന് പറയാമെന്ന്. വക്കീല ഹുവൽ മസ്അബുൽ ഹൗലി ഖാസ, ഇനി പ്രത്യേകം ഹൗലിൻ്റെ മസ്അബാണ്. ഹക്കാവു അബൂ ഉബൈദ് വൻഷത മാബൈന സുംബൂരിൻ ഇലൽ ഇസായി. ഇനി വസുംബൂറു ഖസബത്തൻ തക്കൂനു ഫിൽ ഇദാവത്തി മിൻ ഹദീദിൻ
ഔ റസ്വാസിൻ യുഷ്റബു മിൻഹ. ഇനി കസബത്താണ് തക്കൂഫ്, ഇദാവത്തിലുണ്ടാകുന്ന കസബത്താണ്. മിൻ ഹദീദിനാലും ഔ റസ്വാസിനാലോ യുഷ്റബു മിൻഹ. ഹക്കാ ജമീഉ ജൗഹരിയു റഹിമുല്ലാ വല്ലാഹു സുബ്ഹാനഹു വ തആല അലം. വെള്ളത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന എന്താണ് തോലിയാൽ ഉണ്ടാക്കപ്പെടുന്ന ചെറിയ പാത്രമാണ് ഇദാവത്ത്. അപ്പോൾ ഇദാവത്തിലുണ്ടാകുന്ന കസബത്തിനെ പറ്റിയാണ്. ഹദീദിൻ്റെയോ റസാസിൻ്റെയോ കസബക്കാണ് സുംബൂർ എന്ന് പറയാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.